നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യൻ സാഹിത്യകാരിയും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ ആലുവ മേഖല പ്രിൻസിപ്പാളുമായ ഡോക്ടർ കെ സുലൈഖ മാഡം അന്തരിച്ചു. നോമ്പ് കാലത്ത് മരിച്ചു. അദ്ദേഹത്തെ ആ മഹതിയെ സ്വർഗത്തിൽ പ്രവേശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മറ്റൊന്ന്, നമ്മുടെ വി.ഡി. സതീശൻജി നയിക്കുന്ന പുതുയുഗ യാത്ര എറണാകുളം ജില്ലയിൽ ഇന്ന് വൈകിട്ട് എറണാകുളത്ത് സമാപിക്കുകയാണ്. ആ ജാഥക്കും ആ ജാഥ നയിക്കുന്ന ക്യാപ്റ്റനും എല്ലാ കോൺഗ്രസ് യു.ഡി.എഫ് പ്രവർത്തകരും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും എൻ്റെ സംഘടനയുടെയും അകവഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. സത്യത്തിൻ്റെ മുഖം വികൃതമാണ്. ഒള്ളു പറഞ്ഞാൽ ഒറിയും ചിരിക്കും, കണ്ടു പറഞ്ഞാൽ കണ്ടകൊണ്ട് കഞ്ഞിയില്ല എന്ന് പറയും. ഇന്ന് പറഞ്ഞൊക്കെ ഞാനിത് പറയാൻ കാരണം, നമ്മൾ ചില കാര്യങ്ങൾ പറയുന്നത് സത്യവും യഥാർത്ഥവും. അതുകൊണ്ട് ആരെയും സോപ്പിടാൻ വേണ്ടി ആരെയും സൂചിപ്പിക്കാനോ വേണ്ടി എല്ലാത്തിൻ്റെ പേരിൽ വളരെയധികം എതിർപ്പുണ്ടാവും. പ്രത്യേകിച്ച് പാമ്പിൻ്റെ ഏരിയയാണ് തവള. തവള രക്ഷിക്കുമ്പോൾ പാമ്പിന് ഇഷ്ടാവില്ല. പാമ്പ് തവളയേക്കാളൊക്കെ എത്രയോ ശക്തമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചില കാര്യം തുറന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും കാലം ഈ ജനങ്ങൾ പറ്റിക്കും വഞ്ചിച്ചും കൈയടുക്കി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യത്തിന് ക്ഷീണം വന്നാലോ എന്ന് ചോദിച്ചാൽ എതിർപ്പുണ്ടാവും. അപ്പോൾ അതിനെ നീഡി പീപ്പിൾ എന്ന ഗുണഭോക്താക്കൾ എന്ന് പറയുന്ന വർഗം നമുക്ക് അകമഴിഞ്ഞ് എല്ലാ നിലക്കും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് നിർത്തേണ്ടി വരും. ഒരുപാട് എതിർപ്പുകളുണ്ട്. മറ്റാരും പറയാത്ത ചില യാഥാർത്ഥ്യങ്ങളുടെ മൊയ്തീൻ പറയുന്നത്. ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായമല്ല, ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. അഭിപ്രായം എൻ്റെ ഗ്രൂപ്പിൻ്റെയും പിന്നെ പബ്ലിക്കിൻ്റെയും കൂടി ചേർന്നുള്ളതാണ്. എന്തുകൊണ്ട് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണത്, അതല്ലെങ്കിൽ എനിക്ക് പിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ പറയാൻ കാരണം, കോൺഗ്രസ് യു.ഡി.എഫ് തിരഞ്ഞെടുപ്പ് ഇലക്ഷൻ നടക്കുകയാണ്. യു.ഡി.എഫ് പ്രധാന ഘടകകക്ഷി ലീഗാണ്. മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പ് 23 ലക്ഷത്തിൽ 25 കുട്ടിക്കും 25 ലക്ഷമാണ്. 25 ലക്ഷം മെമ്പർഷിപ്പുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കൊടുത്ത് 27 സീറ്റ്. അതിന് വളരെ കൂടുതലായി പോയത് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്, പബ്ലിക് തോന്നുന്നുണ്ട്, അവർക്കും തോന്നുന്നുണ്ട്. പോയിന്റ് ശ്രദ്ധിക്കണം. 25 ലക്ഷത്തിൽ താഴെ മെമ്പർഷിപ്പുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കൊടുത്ത സീറ്റ് 27. അതിൽ 4 സീറ്റ് മുസ്ലിങ്ങളല്ലാതെ വേറെ കാര്യം. അപ്പോൾ 40 സീറ്റ് ബാക്കി 100 സീറ്റ് കോൺഗ്രസ് ആണ് എടുക്കുന്നത്. കോൺഗ്രസ് 33 ലക്ഷം ഉള്ളൂ മെമ്പർഷിപ്പ്. നെറ്റിലടിച്ചാൽ കിട്ടും. ഞാൻ കാണപ്പെടുമ്പോൾ രണ്ടും കിട്ടും, എല്ലാം കിട്ടുമ്പോൾ. ഇപ്പം ഞാൻ അടിച്ച് നോക്കിയാണ് 30 സംതിങ്ങാണ്. 33 ലക്ഷമാണ് കോൺഗ്രസ് മെമ്പർഷിപ്പ്. അപ്പോൾ ഏതാണ്ട് 3 കോൺഗ്രസ് 2 ലീഗും അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ 27 സീറ്റ് കോൺഗ്രസിന് ലീഗിന് കൊടുത്തെങ്കിൽ അതിലൊരു 50% കൂടി കൂടുതൽ. ഏതാകുമ്പോൾ 27, 15, 37, 36 സീറ്റ് കോൺഗ്രസ്സുകാരുള്ളൂ. ആ സ്ഥാനത്ത് കോൺഗ്രസ് 100 സീറ്റ് ഉപയോഗിക്കുന്നത് അതൊരു വിരോധാഭാസമല്ലേ? മുസ്ലിം ലീഗിൻ്റെ 25 ലക്ഷം മെമ്പർഷിപ്പുള്ള മുസ്ലിം ലീഗിൻ്റെ ഒരു കുഞ്ഞിനെങ്കിലും നിങ്ങൾക്ക് സീറ്റ് തന്ന് കൂടിപ്പോയി എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് കണക്കുത്തി വെച്ച് ചോദിച്ചുകൂടാ? അതാ ഇന്നലെ ഞാൻ പറഞ്ഞത്. ധീരൻ്റെ ക്ഷമയാണെങ്കിൽ അത് നല്ലത്, ഭീരുവിൻ്റെ ക്ഷമയാണെങ്കിൽ അപകടമാണ്. പറയുന്നിടത്ത് മുസ്ലിം ലീഗ് പറയുന്നില്ല. എന്തൊക്കെയാണ്? ആ മുസ്ലിം എന്ന വാലുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ മുഖത്തോക്കി പറയാം, എടോ 25 ലക്ഷം മെമ്പർഷിപ്പുള്ള ഞങ്ങൾക്ക് 20 സീറ്റാണെങ്കിൽ 30 ലക്ഷം മെമ്പർഷിപ്പ് കോൺഗ്രസ് 30 സീറ്റിലൊക്കെ ഉള്ളൂ. അത് നിങ്ങൾ 100 സീറ്റിലൊക്കെ എന്താ ഡിസ്റ്റൻസ് ചോദിക്കാൻ ധൈര്യമുണ്ടോ? ഒരു കുഞ്ഞുണ്ടോ ലീഗിന്? ഈ കോൺഗ്രസ് വാലാട്ടി നിന്ന് ആനുകൂല്യം നിൽക്കപ്പിച്ചത്. ആ ആനുകൂല്യം പറ്റുകയെന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തെ ജാമ്യം നിർത്തിയിട്ടാ. ഒന്നുകിൽ മുസ്ലിം ലീഗ് പറയണം 25 ലക്ഷം മെമ്പർഷിപ്പുള്ളൂ, അത് ഞങ്ങളുടെ മാക്സിമം കപ്പാസിറ്റിയാണ്, മുസ്ലിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ കപ്പാസിറ്റിയാണ്, അവിടെ ഞങ്ങൾക്ക് ആ സീറ്റ് മതി. അല്ലെങ്കിൽ ഞങ്ങൾക്ക് മുസ്ലിങ്ങൾ മുഴുവൻ ഞങ്ങളുടെ കൂടെയാണെന്നാണ് ലീഗുകാർ പറയുന്നത്. ഇപ്പോൾ കോൺഗ്രസും പറയുന്നത് അതല്ല, കുഞ്ഞാക്കാനും തങ്ങളെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ, ബാക്കി ഒരു മുസ്ലിങ്ങളെ പരിഗണിക്കില്ല കോൺഗ്രസ്. അപ്പം എന്താ വേണ്ടത്? അവർക്ക് മുഴുവൻ സീറ്റ് കൊടുക്കണം. നിങ്ങൾക്ക് കിട്ടും പോലെ സീറ്റ് അവർക്ക് കൊടുക്കും. ഒരു 60-60 സീറ്റ് കൊടുക്കണം.
നിങ്ങൾ 100 സീറ്റ് എടുക്കുന്നിടത്ത് ഒരു 70 സീറ്റ് നിങ്ങൾ കൊടുക്കണം. അപ്പോഴാണ് മല്ലനും മാധവൻ്റെ കഥ പുറത്തു വരുന്നത്. എന്ന് പറഞ്ഞാൽ 25% ജനസംഖ്യ മാത്രമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കപ്പാസിറ്റി മുസ്ലിം സമുദായത്തിൽ. അത് വെച്ച് നോക്കുമ്പോൾ 27 സീറ്റ് കൂടുതലാണ്. പക്ഷെ ബാക്കി 75% പുറത്ത് കിടക്കാമെന്ന് കോൺഗ്രസ്സുകാരെ മനസ്സിലാക്കണം, സതീശൻ മനസ്സിലാക്കണം. പല പ്രാവശ്യം ക്ഷണിച്ചു. എന്നോട് ഈ സമുദായത്തെ ആൾക്കാർ വന്ന് നിങ്ങളെ UDF ഭാഗമാക്കാവ് എന്ന് പറഞ്ഞ് പല ശ്രമമൊക്കെ നടത്തി. എവിടെ? കോൺഗ്രസ് അത് മനസ്സിലാവില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ മുസ്ലിം ലീഗ് നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ മണ്ടരാണെന്ന് സമ്മതിക്കണം, അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വം പറയുകയാണെങ്കിൽ നിങ്ങൾ പറയണം 25 ലക്ഷം വോട്ടുള്ള ഞങ്ങൾക്ക് കിട്ടുന്നത് 27 സീറ്റ്, അതും എത്ര പ്രയാസപ്പെട്ട് ഞെരുങ്ങി എത്ര തെറിയും വഴക്കുണ്ടാക്കി ഒന്നുണ്ടാക്കിയ 33 ലക്ഷമുള്ള നിങ്ങൾക്ക് 100 സീറ്റ്. ഇതെന്ത് ന്യായം ചോദിക്കുക? ഒരൊറ്റ കുഞ്ഞുണ്ടോ മുസ്ലിം ലീഗിൽ? ഇല്ലല്ല. നിങ്ങളെ മുസ്ലിം സമുദായത്തെ ഗ്യാരണ്ടി നിർത്തി സെക്യൂരിറ്റി നിർത്തി കോൺഗ്രസ് നക്കപ്പിച്ച് വാങ്ങി നിങ്ങൾ അനുസരിച്ചിരിക്കുന്നു. അതല്ല സമുദായം പ്രതീക്ഷിക്കുന്നത്. സമുദായം പ്രതീക്ഷിക്കുന്നത് ഈ 25 ലക്ഷം കഴിഞ്ഞാൽ ഏതാണ്ട് അത്ര തന്നെയാണ് കോൺഗ്രസ് അനുഭാവികളുള്ളൂ. അതിൽ കൂടെ കോൺഗ്രസ് മുസ്ലിം അനുഭാവി കോൺഗ്രസിനില്ല എന്ന് പറഞ്ഞാൽ 1,40,00,000 വരുന്നതിൽ ഈ 25 50 ലക്ഷം കഴിഞ്ഞാൽ 90 ലക്ഷം മുസ്ലിങ്ങളും ലീഗ് അനുഭാവികളും കോൺഗ്രസ് അനുഭാവികളല്ല കേരളത്തിൽ. പക്ഷെ അവർ വോട്ട് കൊണ്ടാണ് കാലാകാലം ലീഗും കോൺഗ്രസും UDF ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, ഭരണം അനുഭവിച്ചിരിക്കുന്നത്, ആസ്വദിച്ചിരിക്കുന്നത്. ഇനി അത് പറ്റില്ല എന്ന് അവരാണ് ഞാൻ മൊയ്തീൻ ഷാ എന്നല്ല, അവരിനി പറഞ്ഞത് ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് സ്ഥാനമാനങ്ങൾ കിട്ടിയാൽ മാത്രമേ കോൺഗ്രസ്സിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ UDF സപ്പോർട്ട് ചെയ്യുള്ളൂ. LDFിൻ്റെ കാര്യം പറയുന്നില്ല. കാരണം മുസ്ലിങ്ങൾ LDF വളരെ കുറച്ച്, ആകെ 10% മുസ്ലിങ്ങൾ പണ്ടുണ്ടായത്. ഇപ്പോഴത്തെ ഇലക്ഷനിൽ 3% പോലും മുസ്ലിം അനുഭാവികൾ LDFിലില്ല. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇലക്ഷൻ മുഹൂർത്ത് വരുമ്പോൾ മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ്സുകാർ ഒരു സതീശ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഒരു കാര്യമില്ല. ഇപ്പം മൊയ്തീൻ ഷായി പോലുള്ള ഒരു പ്രസ്ഥാനം ചെറിയ പാർട്ടിയാണ് സമ്മതിച്ചു. ആ പാർട്ടി UDFിലേക്ക് ഒന്ന് ഉൾക്കൊണ്ട് പോകാമെന്ന് ചോദിച്ചാൽ എത്രയോ ശ്രമം നടത്തി, എത്ര ആളായിട്ട് സംസാരിച്ചു, എത്ര പാർട്ടികൾ നേതാക്കൾ സംസാരിച്ചു. ആർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ. കാരണം ഞാനെന്തോ അല്ലെങ്കിൽ മൊയ്തീൻ ഷായും എന്തോ വലിയ ആളാണ്, വലിയൊരു പദവിയോ അല്ലെങ്കിൽ അഹങ്കാരിയോ എന്നുള്ള രീതിയിലേക്ക് ആയിക്കോട്ടെ, നിങ്ങളെ ഭാഗത്ത് പുറത്ത് നിർത്തിക്കോ. പക്ഷേ സത്യം വിളിച്ചു പറയുമ്പോൾ ആൾക്കാർ പരങ്ങലാകരുത്. കാരണം അത് മൊയ്തീൻ ഷായല്ല പറയുന്നത്, മൊയ്തീൻ ഷായുടെ ഗ്രൂപ്പാണ്. പക്ഷേ ഗ്രൂപ്പ് പറയുന്നെങ്കിൽ തന്നെ മുസ്ലിം ഈ 1 കോടിയോളം വരുന്ന കോൺഗ്രസ് ലീഗ് അല്ലാത്ത മുസ്ലിങ്ങളുണ്ട്. അവർക്കിടെ പ്രതിധ്വനിയാണ്, ശബ്ദമാണ് പറഞ്ഞത്. പ്രതിനിധിയായിട്ടാണ് പറയുന്നത് മൊയ്തീൻ ഷാ. ഒന്ന് പ്രതിധ്വനിയുണ്ട്, പ്രതിനിധിയുണ്ട്, കാര്യങ്ങൾ പറയും. ഇപ്പോൾ ഒരു കാര്യം നോക്കിക്കോ, ഇന്ന് മറയിൻ്റെ വിളി ഞാൻ കണ്ട കാര്യമായിട്ട് പറയും. KV തോമസ് മാഷ് ലക്ഷങ്ങൾ മുടക്കിയുള്ള ഒരു പരസ്യ ബോർഡ്, അതിൽ ഒന്നാണ് ഗവർണറാണ്. കേരള ഗവർണർ എന്ന സാധാരണ ഗവർണറല്ല, പക്ക RSS ജനിച്ച് വളർന്ന RSകാരനാണ്. പണ്ട് എൻ്റെ സുഹൃത്തുണ്ടായത് നമ്മുടെ മുഹമ്മദ് ആരിഫ് ഖാൻ. അതൊക്കെ സംഘ അനുഭാവിയുള്ളൂ, അഹങ്കാരമില്ല. ഇത് യഥാസംഘാനാണ്. ആ ഗവർണറും KV തോമസും നിൽക്കുന്ന വലിയൊരു ചിത്രം ഹൈക്കോടതി ജംഗ്ഷനിൽ വെച്ചിട്ടുണ്ട്. ഒരു വീട്ടിൽ കാര്യം പറഞ്ഞത് വലിയ സംഖ്യ പറഞ്ഞത് ഞാൻ ഒറ്റ നോട്ടേ കിട്ടുള്ളൂ. അതിനർത്ഥം ഇനി വല്ല സംശയമുണ്ടോ സതീഷ് ഈ വാക്ക് സതീഷ് കേൾക്കില്ല, അത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന കോൺഗ്രസ്സായിട്ട് പറയണം. നിങ്ങളുടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് TJ വിനോദാണ്. കാരണം ജയിച്ചവർക്കെല്ലാം അവിടുത്തെ കൊടുക്കാതെ വന്നില്ല. 2 വെച്ച്, ഒന്ന് പാലക്കാട് ചെറിയ പ്രശ്നമുണ്ട്, ഇവിടെ ബാബു നിൽക്കുന്നില്ല. TJ വിനോദ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് വളരെ പ്രയാസപ്പെട്ട, അത് കേവലം ഒരു ലത്തീൻ കത്തോലിക്ക സ്ത്രീ എന്ന് മാത്രമേ ഉള്ളൂ, സഖാവ് സ്ത്രീ മാത്രമേ ഉള്ളൂ, വേറെ യാതൊരു ഒരു ബേസിക് അധ്യാപകം മാത്രമാണ്. അങ്ങനെയുള്ള സ്ത്രീയോട് സതീശൻ ജയിച്ചു വളരെ പെരുങ്ങല്ല. KV തോമസാണ് ഒരു സ്ഥാനാർത്ഥിയെങ്കിൽ എണ്ണിക്കോ. എറണാകുളം ജില്ലയിൽ നഷ്ടപ്പെടാൻ പോകുന്ന സീറ്റുകൾ 1 എറണാകുളം. പാവം VD സതീശൻ, പിന്നെ TJ വിനോദ് പാവം മനുഷ്യൻ. അതായത് ഒരു രാഷ്ട്രീയത എന്ന് പറയുമ്പോൾ അത്ര സിമ്പിളാണ്, അത്ര സാധുവാണ്. ഒരു കളങ്കുള്ള ആളൊന്നുമില്ല, ഒരു അഴിമതി ചെയ്ത ആളല്ല. സാധു, അതുകൊണ്ട് ഞങ്ങൾ കഴിവും വിളിക്കില്ല, സാധു മനുഷ്യ. പക്ഷേ അദ്ദേഹത്തിന് ഇത്തവണ ഒരു അബദ്ധം വരാൻ സാധ്യതയുണ്ട്. കോൺഗ്രസ് എത്ര മനസ്സിലാവുന്നില്ല, അന്ധമായിട്ട് കോൺഗ്രസ് വിചാരിക്കുകയാണ്. കാരണം നമ്മുടെ സെബാസ്റ്റ്യൻ പോൾ ജയിച്ച സ്ഥലമാണ് എറണാകുളം. കമ്മ്യൂണിസ്റ്റ് സ്വന്തമായിട്ട് സെബാസ്റ്റ്യൻ പോൾ.
വേറെയും ജയിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കെ വിശ്വനാഥൻ ജയിച്ചത് പണ്ടാടാണോ? തന്നെയല്ല, ഈ ഗവർണറെയും പിന്നെ കെ വി തോമസ് വച്ചുകൊണ്ട് വലിയ പ്രചരണം കൊടുക്കുന്നത് സംഘപരിവാറിനുള്ളൊരു ഒരു സൂചനയാണ്. തോമസ് മാഷ് ഇലക്ഷൻ ഏൽക്കാൻ സാധ്യതയുണ്ട്, അദ്ദേഹത്തെ നിങ്ങൾ ഒഴിവാക്കരുത് എന്ന്. ഏതായാലും BJP ജയിക്കാൻ മുതൽ എറണാകുളത്ത്. അപ്പോൾ പിന്നെ വോട്ടുകൾ പാഴാക്കണോ? ഇപ്പോഴത്തെ ബന്ധുത്വം വെച്ച് നോക്കുകയാണെങ്കിൽ LDFും BJP ഒക്കെ വളരെ സഖ്യമാണ്. ആ നിലക്ക് ഒരു 10,000 വോട്ട് മറിഞ്ഞാൽ എവിടെയോ സതീഷ് ചെയ്ത് നിങ്ങളുടെ 110 സീറ്റ് മൊയ്തീൻ ഷായെ ഒന്ന് എടുക്കുക, മുന്നണിയിൽ ചേർക്കണമെന്ന് പറഞ്ഞിട്ടേ ഒരു അനുഭാവിയായിട്ട് എടുത്തിട്ട് ഒരു ക്ഷണിതാവാക്കാണ് കണ്ടി പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റിയില്ലത്. നിങ്ങൾ അവോയ്ഡ് ചെയ്തില്ലേ? ഞാൻ പത്രസമ്മേളനം നടത്താൻ ശ്രമിച്ചു. പത്രസമ്മേളനം നടത്തിയപ്പോൾ പത്രസമ്മേളനം പോലും 3 ദിവസം നടത്തിയിട്ടും അന്ന് അനുവദിച്ചില്ല. അതിൻ്റെ പുറകിൽ കളിച്ച കളിയാരാണ്? മൊയ്തീൻ ഷാ വന്നാൽ ശരിയാവില്ല, അത് വലിയ ബുദ്ധിമുട്ടാണ്, ഞങ്ങൾ മുകളിൽ പോകുന്നതൊക്കെയാണ്. ആയിക്കോട്ടെ, സമ്മതിച്ചു, കുഴപ്പമില്ല. 7 മണിക്ക് പരിപാടി, 5 മണി വരെ ഞാൻ പ്രതീക്ഷിച്ചത് കോളൂരും ആയിട്ട്. പക്ഷേ അതിനുവേണ്ടി ഏൽപ്പിച്ച ആള് ഇപ്പം പറയാണ് അദ്ദേഹം തിരക്കില കിട്ടിയില്ല എന്നാണ്. എന്തുകൊട്ടെ, അതൊന്നും എനിക്ക് പരാതിയില്ല, എൻ്റെ വ്യക്തിയുടെ കാര്യമാണല്ലോ. പക്ഷേ TJ വിനോദാണ് ആദ്യത്തെ രക്തസാക്ഷി മൂന്നെണ്ണത്ത്. നല്ല മനസ്സിലാകുന്നുണ്ടോ സതീഷിന്, കോൺഗ്രസിന്, UDF, ലീഗിന്? നിങ്ങൾ കാര്യമല്ലോ. 10%, 15% ക്രിസ്ത്യൻ സമുദായം. ഇനി ഓരോന്നും ഉള്ളിലേക്ക് ഉപ്പേരി പോലെ കണക്കുകൾ ഉദ്ദേശിച്ച് പറയും. 15% ക്രിസ്ത്യൻസ് ആകെ കേരളത്തിൽ. നിങ്ങൾ എത്ര സീറ്റ് കൊടുക്കാൻ പോകുന്നത്? ആരൊക്കെ കൊടുക്കാൻ പോകുന്നുണ്ട്? എടോ, നിങ്ങളുടെ മുന്നിൽ 11 പാർട്ടിയിൽ 10 പാർട്ടിയും ലീഗ് വെച്ച് ബാക്കി 10 പാർട്ടിയും നേതാക്കൾ ആരാണ്? ക്രിസ്ത്യാനിയല്ലേ? ഞങ്ങൾ ക്രിസ്ത്യൻസ് കൊടുക്കുന്നത് കുഴപ്പമായിട്ടില്ല. പക്ഷേ വോട്ട് ഒരാൾക്ക് വോട്ടുള്ളൂ. ടാറ്റിക്കും മൊയ്തീൻ ഷായ്ക്കും ഒരു വോട്ടുള്ളൂ, അത് മനസ്സിലാക്കണം. അവിടെയാണ് ബലം വയ്ക്കുന്നത്. ഇത്രയും കാലം മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് വാങ്ങിച്ചാണ് ഇന്ന് കഴിഞ്ഞ 2 ടേം മുമ്പുള്ള LDF UDF ജയിച്ച് ഭരിച്ചുകൊണ്ടിരുന്നത്. അതൊന്നും നക്കപ്പിച്ച മുസ്ലിങ്ങൾ ലീഗിന് കൊടുക്കും, മുസ്ലിങ്ങളെ മാറ്റി നിർത്തും. 20 സീറ്റ് കൊടുക്കുമ്പോൾ എന്താണ് തള്ളിക്കയറ്റി തിരികയറ്റി കൊടുക്കും. അത് ഉദാഹരണം പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സാർ മരിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. വയനാട് കോൺഗ്രസ്സുകാരെ വയനാട്ടിൽ മണ്ഡലത്തിൽ മറ്റേ നിങ്ങൾ കോൺഗ്രസിനെ വച്ചല്ലോ ജില്ലാ പ്രസിഡന്റ്. എന്നിട്ട് ഉമ്മൻചാണ്ടി എന്താ പറഞ്ഞറിയോ? അത് ഞങ്ങൾ 6 മാസം മുൻപ് അത് രാഹുൽജിക്ക് വേണ്ടി മാറ്റിവെച്ച സീറ്റാണ്. ഉമ്മൻചാണ്ടി സാറ് മരിച്ചു. ഉമ്മൻചാണ്ടി സാറിൻ്റെ അസിസ്റ്റന്റ് സിൽബന്തിയോട് ചോദിക്കുകയാണ്, 6 മാസം മുമ്പ് തീരുമാനിച്ചു എന്നോട് വയനാട്ടിൽ സിദ്ദീഖിനോട് സ്ഥാനാർത്ഥിയാക്കിയ കോൺഗ്രസിനെ ചോദിക്കാനും പറയാനും ബുദ്ധിയുള്ള ആരും ഈ സമുദായത്തിൽ ഇല്ലെന്നോ? നോ, അതൊന്നും വേണ്ട. ഞങ്ങളുടെ നിരന്തരമായ പഠനം സാമൂഹ്യ നീതിക്ക് വേണ്ടിയാണ്. അത് ഈ സമുദായത്തും കിട്ടണം. സാമൂഹ്യ നീതി വേണം, എല്ലാവർക്കും തുല്യ നീതി വേണം. അത് ഈ സമുദായത്തിൽ കിട്ടണം. അത് വർഗീയമൊന്നുമല്ല. അത് പറയാൻ നാണിക്കേണ്ട കാര്യമില്ല. അവനൊരു കാര്യം ചോദിക്കാൻ നാണിക്കേണ്ട കാര്യമില്ല. കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് നിൽക്കുന്ന ഒരു മുസ്ലിം നേതാവും മുസ്ലിം സമുദായത്തിന് വേണ്ടി വാദിക്കില്ല, വായു തുറക്കില്ല. അസർ ഉൾപ്പെടെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഷാഫി ഉൾപ്പെടെ തുറന്ന് അവൻ ഒട്ടുപുള്ളിയാക്കും. ഞാനൊരു KPC പ്രസിഡൻ്റായിട്ട് ഒന്ന് റെക്കമെൻഡ് ചെയ്യട്ടെയെന്ന് ചോദിച്ചു നമ്മുടെ ആലുവയിലെ അൻവർ സാദത്തിനോട്. ചോദിക്കാൻ വേണ്ടൊക്കെ അനുഭവിച്ചു എന്നാ അങ്ങനെ ഞാൻ പറഞ്ഞാൽ പിന്നെ നോട്ടപ്പുള്ളിയാക്കും, എനിക്ക് അപകടമാണ്. സമ്മതിച്ചു. അതിനർത്ഥം അവരൊക്കെ അടിമകളിൽ പോലെ നിൽക്കുന്നു. കോൺഗ്രസ്സിൽ വ്യക്തിത്വം നിൽക്കുന്നില്ല. രാമുള്ളി നിന്നാ ഒരു ആലുവയിൽ സീറ്റ് കിട്ടിയ പുള്ളി ഹാപ്പിയായി, ജയിച്ചാൽ വെരി ഹാപ്പിയായി, വീണ്ടും കിട്ടിയാൽ വെരി ഹാപ്പിയായി. പണ്ടുപാട് കല്യാണം കഴിച്ച് പോയി. അപ്പോൾ ഭാര്യ പ്രസവിച്ചോണ്ട് ഹയർ എന്ന് അറബി പോത്ത് നല്ലതെന്നാ. കുറച്ച് കഴിയുമ്പോൾ ഓൻ്റെ പള്ളിയിൽ 3 മാസം വൈകിട്ടുണ്ട്. ഹയർ അയാൾ കേൾപ്പി കിടക്കാണ്. അത് നല്ലതിൽ നല്ലതാണ് എന്ന് പറഞ്ഞാലേ ഒരു സീറ്റ് 2 ചാൻസ് കിട്ടി, 2 ചാൻസ് കിട്ടി, 3ാമത്തെ ചാൻസ് കിട്ടി അൻവർ സാദത്ത് കിട്ടുകൊണ്ട് അൻവർ സാദത്ത് ക്ലീനായി. പിന്നെ സമുദായം എവിടെ ജാതി എവിടെ നോക്കില്ല ഗഡ്സുമില്ല. പക്ഷെ ഞങ്ങൾക്ക് സാമൂഹ്യ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് സമുദായത്തെ കൂടി വേണ്ടി വാദിക്കേണ്ടി വരുന്നു. അതിലൊരു തെറ്റുമില്ല, അവകാശം അർത്ഥമില്ല. ഞാൻ CHOയുടെ ഭാഷ കടമെടുക്കുക. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഒരു കടുക് മണിയോളം ഞങ്ങൾ എടുക്കില്ല, ഞങ്ങളുടെ ഒരു കടുക് മണി തിരിച്ചു കൊടുക്കുകയില്ല. ആ ഒരു പോളിസിയാണ്. അത് മാതൃകയാക്കാം CHO മോദി സാഹിബിനെ. അത് ഇന്നത്തെ ലീഗാരൊന്നുമില്ല. ഇന്നത്തെ ലീഗ് അന്ധമായ കാര്യമേ ഉള്ളൂ. അന്ധമായി അല്ലെങ്കിൽ ഈ 27 സീറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ വെള്ളപ്പടി കള്ളപ്പടി ജോസഫൊക്കെ കുറ്റം പറയുമ്പോൾ നിങ്ങൾ ചോദിക്കണ്ടേ,
25 ലക്ഷം മെമ്പർഷിപ്പുള്ള ഞങ്ങൾക്ക് 27 സീറ്റ് കിട്ടിയാൽ 33 ലക്ഷം മെമ്പർഷിപ്പുള്ള നെറ്റ് കിടപ്പണത് നിങ്ങൾക്ക് എത്ര സീറ്റ് ഇടണം? 35 സീറ്റ് കിട്ടാം. ഇത് നിങ്ങൾ 100 സീറ്റ് എടുക്കുന്നില്ലേ? അത് ന്യായമാണെന്ന് ചോദിച്ചാൽ പിന്നെ മിണ്ടുവോ? അത് ഗഡ്സ് വേണം, വിവരം വേണം. ഇല്ല, സംഗതി അതാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് ഏറ്റവും ലേറ്റ് 110 സീറ്റ് പറഞ്ഞിടക്ക് സതീശൻജിയോട് പറയാണ്, സതീശൻജി പാർട്ടിയോട് പറയാണ്, മുന്നണിയോട് പറയാണ്, എറണാകുളം 110 സീറ്റിൽ ഒന്ന് എറണാകുളമാണല്ലോ. എറണാകുളം ഫൈറ്റ് കെ തോമസ് മാഷ് നിർത്താൻ തീരുമാനിച്ചു. താനി ഫൈറ്റാണ്, ജയിക്കാൻ പോലും പ്രയാസമുണ്ട്. പി ജെ വിനോദ് വെള്ളത്തിലാവുന്ന എൻ്റെ കണക്കൂട്ട്, ഞങ്ങളുടെ കണക്കൂട്ടിൽ അങ്ങനെ വരാതിരിക്കുന്നത് പ്രാർത്ഥിക്കാം. അങ്ങനെ ഓരോ സീറ്റും ഇപ്പം പാലയുടെ ആരാണ്? മാണിസിക്കാപ്പൻ സംസ്ഥാന പ്രസിഡന്റ് ഒരു കിബിയുണ്ട്. അദ്ദേഹം 1.5 കോടി 3 കോടി ആയിട്ട് കൈക്കൂലി വാങ്ങിച്ച കേസ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ വന്നല്ലോ, അടുത്ത 1 മാസമല്ലേ ഇലക്ഷൻ. അങ്ങനെ ഓരോ സീറ്റും LDF-ഉം കേന്ദ്ര ഗവൺമെന്റ് സംഘപരിവാറും ഒക്കെ ശ്രമിച്ചിട്ട് UDF സ്ഥാനാർത്ഥികളെ എങ്ങനെ ഒതുക്കാമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുക. സതീശന് വലിയ മനസ്സിലാവുണ്ടോ? സതീശൻ യാത്ര പോകുമ്പോൾ ആൾക്കൂട്ടം കാണുമ്പോൾ സതീശനൊക്കെ വലിയ സന്തോഷമാണ്. ആൾക്കൂട്ടം വോട്ടാവൂല സാർ. ഞാൻ പറഞ്ഞ് ശരിയാണെങ്കിൽ മൊയ്തീൻ ഷായുടെ ഗ്രൂപ്പിനെ ഒന്ന് അത് ചേർക്കാൻ വന്ന് സ്വീകരിക്കാൻ പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി സംസാരിച്ച ആൾ പറഞ്ഞത് അദ്ദേഹത്തിന് വലിയ തിരക്കാണ്, കാണാൻ സമയമില്ലെന്ന് വന്നാണ് കിട്ടി. ശരി പറ്റോ എനിക്കറിയില്ല. അത് പോണാ പോട്ടെ, നമുക്കത് വിഷയമൊന്നുമില്ല. അതുകൊണ്ട് കോൺഗ്രസ്സുകാരുടെ UDF പറയാനുള്ളത് ശക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കണം. ആരും എതിർക്കാനല്ല, സത്യമാണ് പറയുന്നത്. ഗ്രൂപ്പിസോ അല്ലെങ്കിൽ താർക്കാനല്ല. UDF അധികാരത്തിൽ വരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ അതിന് ഞങ്ങൾ മാത്രം ശ്രമിച്ചാൽ പോരല്ലോ, അത് കൈകാര്യം ചെയ്യേണ്ടത്. അമ്മ കണ്ണു കൊടുക്കുന്നില്ല, കുഞ്ഞിന് മുല കൊടുക്കില്ല എന്ന് പറയുമ്പോൾ അത് കൈകാര്യം നിങ്ങൾ മണ്ടത്തിൽ കാണിക്കരുത്. അതാ ഇന്നലെ പറഞ്ഞത്. ഇന്നലെ ഇപ്പോൾ കോൺഗ്രസ് നയിക്കുന്ന മുന്നണിയുടെ ശക്തി കേന്ദ്രങ്ങളെ, ബുദ്ധി കേന്ദ്രങ്ങളെ ഒന്നാണ് മുരളീധരനാണ്. മുരളീധരൻ്റെ കഴിവിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റുമോ? വീണ്ടും പറയാണ്, മണ്ടത്തിൽ കാണിച്ചത് ഈ പറയാതിരിക്കുന്നത് ഇങ്ങനെയാ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 10 സീറ്റാണ് UDF-നുള്ളത്. UDF-ന്, കോൺഗ്രസ് അല്ല UDF. ഭരിക്കണമെങ്കിൽ മിനിമം 50 സീറ്റ്. 50 സീറ്റ് കിട്ടിയെങ്കിൽ 40 സീറ്റ് കിട്ടണം. അതിൽ BJP ഒരു സീറ്റ് പോലും കിട്ടില്ല. 10 സീറ്റ് അവർ അങ്ങോട്ട് കൊണ്ടുപോകുള്ളൂ. പിന്നെ 40 സീറ്റ് പിടിക്കേണ്ട ആരിതാണ്? LDF-ന് ഇല്ല. LDF-ൽ 40 സീറ്റ് കിട്ടുമോ? അപ്പോൾ ഒരു കാരണവശാലും 51 സീറ്റ് കോൺഗ്രസോ UDF-നോ ഈ അടുത്ത കാലത്ത് കിട്ടില്ല എന്ന് ബോധ്യമുള്ളപ്പോൾ അവിടെ മുരളീധരൻ ഇറക്കി മറ്റേ കാർത്തിക സാറിൻ്റെ മകനെ എടുത്ത് കളഞ്ഞില്ല കോർപ്പറേഷൻ. അപ്പോൾ അവിടെ കണ്ണടക്കിടരുത്, LDF-നെ കൊണ്ടുപോയിട്ട് കിട്ടിയത്. അപ്പോൾ ഇതാണ് BJP-യിൽ കുഴപ്പമില്ല. എന്നാലും കുഞ്ഞാക്കോ ഞങ്ങളുടെ മുഖ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന്, ഞങ്ങളുടെ മുഖ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുഞ്ഞാക്കടൊക്കെ നമ്മൾ എന്താ പറയുക? അല്ല, അത് കാന്തരം പോയി പറഞ്ഞില്ലേ ഇവിടെ മുസ്ലിങ്ങൾ സുരക്ഷമാണെന്ന്. ആ കാന്തപുരത്തിൻ്റെ ഒക്കെ മറ്റൊരു ഘടകമാണല്ലോ ഈ കുഞ്ഞാക്കയൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഏതൊരു കാര്യം സതീശൻജി കോൺഗ്രസ് വളരെ ശക്തിയോടെ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. ജനസംഖ്യക്ക് ആനുപാതികമായിട്ടുള്ള ആനുകൂല്യം കൊടുക്കണം. തന്നെയല്ല ആ തദ്വാര അതുപോലെ പഠിക്കുമ്പോൾ മുസ്ലിം സമുദായത്തിനും ജനസംഖ്യക്ക് ആനുപാതികം ഇത് കിട്ടണം. അല്ലാതെ ഒന്ന് ആലോചിച്ച് നോക്കി, 11 പേരുള്ള മുന്നണിയിൽ 10 ലീഗ് വെച്ച് ബാക്കി 10 ഒരു സമുദായത്തിൽ നിന്ന് അവർക്ക് ഒരു 10-60 സീറ്റിൽ കൊടുക്കണ്ടേ? അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടും. ഈ 60 സീറ്റ് 10% ഉള്ളവർക്ക് 60 സീറ്റ് എങ്ങനെ കൊടുക്കും? 10% 14 സീറ്റാണ്. ഇനി 15% മൊത്തം കൂട്ടിക്കോ. അപ്പോഴും 15, 14, 20 സീറ്റാണ്. 20 സീറ്റ് കിട്ടാനുള്ളത്. 20 സീറ്റ് പോലെ നിങ്ങൾ ആ സമുദായത്തിൽ എത്ര സീറ്റ് കൊടുക്കും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കണക്കുകൾ ഓരോന്നും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്തായോ, അങ്ങനെ പറഞ്ഞാലേ UDF ജയിക്കുള്ളൂ. UDF അധികാരത്തിൽ വരണം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കാര്യം തോന്നുന്നു വരണം. തെറ്റ് ചൂണ്ടിക്കാണിച്ചാലേ തിരുത്താൻ പറ്റുള്ളൂ. അതേസമയത്ത് ഒരു വീട്ടിൽ ചെന്ന ഒരാൾ 10,000 രൂപ വായ്പ വെച്ച് 10,000 രൂപ എടുത്തോട് കിട്ട വഴി നോട്ട് കൊണ്ട് ഇയാൾ പുറത്ത് കയറി എണ്ണി നോക്കിയില്ല. വേഗം ഉടമസ്ഥൻ വിളിച്ചു, ഇങ്ങ് വന്നേ, ആ കാശ് വന്നേ. എന്താ സാറേ? ഏട്ടാ നീ എനിക്ക് തിരിച്ചു തരാണ്ടെങ്കിൽ നീ അത് എണ്ണി നോക്കൂലേ? അപ്പോൾ നീ തിരിച്ചു തരാൻ വേണ്ടിയല്ല, നിനക്ക് തൽക്കാലം ആകാതെ മുങ്ങാൻ വേണ്ടിയാ, അത് വേണ്ട. അതുപോലെ ഞങ്ങൾക്ക് UDF അധികാരത്തിൽ വരണമെന്ന ആഗ്രഹമുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ടല്ല, LDF നിലനിൽക്കാൻ വേണ്ടിയാണ്. ഞങ്ങളുടെ ടാസ്ക് വലുതാതെ ഞാൻ പറഞ്ഞല്ലോ. അന്ധമായ കോൺഗ്രസ് വിരോധം, അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധം അല്ല. ടാസ്ക്കാണ് LDF-നെ നിലനിർത്തുക, അതിന് UDF ജയിപ്പിക്കുക. അതാണ് ഞങ്ങളുടെ പോയിന്റ്. അങ്ങനെ പറയുമ്പോൾ ഓരോ UDF തെറ്റും തിരിച്ചു
തിരുത്തിയാൽ വഹിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്. അല്ല, കേരളം ഞങ്ങൾക്കൊരു സീറ്റ് കിട്ടുമോ അല്ലെങ്കിൽ ഒരു ഭാരവാഹിത്വം കിട്ടുമോ, അത് നല്ല വിഷയം. അതല്ല കേരളത്തെ സംബന്ധിച്ച് ഈ LDF നിലനിൽക്കണം. അത് ഇത്ര UDF ജയിച്ചാലേ നിലനിൽക്കാൻ പറ്റുള്ളൂ. LDF അതുള്ള കളിയാണ്. പക്ഷേ ഇത് രണ്ടും നടക്കാൻ സാധ്യത വളരെ വേളമായിട്ടാണ് കാണുന്നത്. LDF നിൽക്കാൻ പോകുന്നില്ല, UDF നിൽക്കാൻ പോകുന്നില്ല. ആ രീതിയിലാണ് സംഘ് പരിവാർ ഇവിടെ കരുക്കൾ നിൽക്കുന്നത്. അത്ര അഡ്ജസ്റ്റ്മെൻറ്റ് മനസ്സിലായി. 2020 BJPയിലേക്ക് മുന്നോന്നില്ലേ. അങ്ങനെ ഓരോ അഡ്ജസ്റ്റ് അവർ ഭരണം നോക്കാണ്. ഭരണം നിയന്ത്രിക്കുമ്പോൾ, ഭരണം കയ്യിലുള്ളപ്പോൾ, രഹസ്യാൻ്റെ ഷോപ്പ് കയ്യിലുള്ളപ്പോൾ ഓരോരുത്തരും കൊടുക്കാനുള്ള വിദ്യയുണ്ട്. പണ്ട് കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ BJP കൂടുതൽ ചെയ്യുന്നു. കോൺഗ്രസ് ചെയ്തില്ല, അവൻ പ്രൈം മിനിസ്റ്ററിൻ്റെ ഇൻകം ടാക്സ് കുടുക്കി അവസാനം കോൺഗ്രസ് വലയിൽ വീഴ്ത്തി ആളെ ഭരിച്ചിട്ട് ഒന്നു കളഞ്ഞില്ലേ. അപ്പോൾ കോൺഗ്രസ് മോശക്കാരൊന്നുമല്ല. പക്ഷെ ഇപ്പോൾ അത് കുറച്ചുകൂടി കൂടുതൽ ചെയ്യുന്നു, അത് ജാതീയമായിട്ട് ചെയ്യുന്നു BJP. ആ വ്യത്യാസത്തിലേ ഉള്ളൂ. അവർ ഓരോ സീറ്റും ഇപ്പം ഞാൻ പല പ്രാവശ്യം വിളിച്ചു നമ്മുടെ DC പ്രസിഡന്റ് ഷിഹാബ്. പലരും വിളിച്ചു, ഫോൺ എടുക്കാൻ പറ്റില്ല, തിരിച്ച് വിളിച്ചിട്ടില്ല. ഞാൻ 8 പ്രാവശ്യം ഞാനും വിളിച്ചിട്ടില്ല. ഓക്കെ പോട്ടെ. ഇനിയിപ്പോൾ പുള്ളി മത്സരിക്കാൻ വരുമ്പോൾ അന്ന് സംഘപരിവാറിൻ്റെ അനുകൂലം നിന്ന് കഥ പറയല്ലേ. സഖാക്കൾ വെറുതെ ഇരിക്കുമോ? എന്താണ് സഖാക്കൾ വെറുതെ ഇരിക്കാത്തത്? അതായത് മറുനാടൻ മലയാളിക്ക് വേണ്ടി അൻവറായിട്ട് ഒടുക്കിയപ്പോൾ അൻവറിൻ്റെ കാലിൽ ഒടിക്കും എറണാകുളത്ത് വന്നാലെന്നും, പിന്നെ മറുനാടൻ മലയാളിക്ക് വേണ്ടി വാദിച്ച ജയശങ്കർ വക്കീലിന് വേണ്ടി പക്ക അറസ്റ്റ് പറഞ്ഞ ജയശങ്കർ വക്കീൽ അറിയാം. അറസ്റ്റ് വക്കീലിന് വേണ്ടി ഇദ്ദേഹം വാദിച്ചിട്ടുണ്ട്. ഏത് ഈ ഷിഹാബ് തന്നെയല്ല, കൊച്ചിയിൽ പോയി ആ പള്ളി സ്കൂളിന് അനുകൂലമായിട്ട് മുസ്ലിം സമുദായത്തിന് രൂക്ഷമായിട്ട് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. IB എണ്ണും ഈ പിന്നെ ഷിഹാബും. ഇതൊക്കെ ഇലക്ഷൻ വരുമ്പോഴേ 1,1000 ഇരട്ടിയായിട്ട് സഖാക്കൾ ഇറക്കൂലേ. സഖാക്കൾ നിങ്ങൾ എന്താ വെച്ചിരിക്കുന്നത്? മണ്ടന്മാരാണെന്നോ? പ്രശ്നമാണ്. നിങ്ങൾ 10 പറഞ്ഞ 110 സീറ്റൊന്നുമില്ല. ഇപ്പം ഇന്ന് നോക്കിയപ്പോൾ നോമ്പ് ഓടിക്കും. ഇന്നലെ പോലെ ആൾ കൊടുത്തിട്ടുണ്ട്. ഇനി കൊടുക്കുന്ന മറ്റുള്ള ദിവസങ്ങളിൽ ഈ 16-ാം തീയതി ഇനിയുണ്ടല്ലോ, ഇനി ദിവസമുണ്ട്, 10-20 ദിവസം ഉണ്ടല്ലോ, കാര്യം ഇവിടെ ആളുണ്ടാവില്ല. അപ്പോൾ ചോദിക്കുമ്പോൾ തിരുവിതാംകൂർ എറണാകുളം പോലെ തെക്കോട്ട് മുസ്ലിം കാര്യമായിട്ടില്ല, അതുകൊണ്ട് പ്രശ്നമില്ല. ശരി, സമ്മതിച്ചു, നമുക്ക് കാണാമല്ലോ ഇപ്പോൾ എന്തുകൊട്ടെ. അപ്പോൾ അതുകൊണ്ടാണ് ജനസംഖ്യക്ക് ആനുപാതികമായ സ്ഥാനമാനങ്ങൾ പങ്കിട്ടില്ലെങ്കിൽ അത് കൊടുക്കാതെ മുസ്ലിം സമുദായം 40% മുസ്ലിം സമുദായം ഒരു അക്കാപ്പിച്ച് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്കെല്ലാം നിങ്ങൾ പങ്കിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും കാലം കൊടുത്തു, അതൊക്കെ പോട്ടെ, കഴിഞ്ഞു. ഇനിയെങ്കിലും നീതി ലഭിക്കണം. മനുഷ്യന് എല്ലാ ജാതിക്കും നീതി ലഭിക്കണം. നമ്മൾ 9% വരുന്ന ആശാരി വർഗത്തിന് എത്ര സീറ്റുണ്ട് പാർലമെന്റിൽ കോൺഗ്രസ് കൊടുത്തിട്ടുണ്ട്, എത്ര സീറ്റ് അസംബ്ലി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നായർ വിഭാഗത്ത് 9% അത്ര ആൾക്കാർ അവരുണ്ട്. നായർ വിഭാഗത്ത് എത്ര സീറ്റ്? 10-40 സീറ്റൊക്കെ ഉണ്ടോണ്ട്. ഇപ്പോൾ മന്ത്രിസഭയിൽ LDF വേണ്ടില്ലേ 11-12 മന്ത്രി, പിന്നെ 12 സ്പീക്കർ ഉൾപ്പെടെ. ഇത് നിങ്ങൾ ഈഴവന് എത്ര കൊടുത്തിട്ടുണ്ട്? അല്ല, ഈഴവ സമുദായത്തിൽ കിട്ടേണ്ട ജനസംഖ്യാനുപാതിക സംവരണത്തിൽ പകുതി കിട്ടിയിട്ടുള്ളൂ. ജനസംഖ്യാനുപാതിക സംവരണം വെച്ച് നോക്കുമ്പോൾ മുസ്ലിം സമുദായത്തിൽ 3 കിട്ടിയിട്ടുള്ളൂ. ഈ കണക്കുകൾ പുറത്തു വരുന്നത് ആരോട് വ്യക്തിപരമായിരിക്കില്ല, നീതി ലഭിക്കണമെന്നുള്ളൂ. വെള്ളാപ്പള്ളി പറയുന്ന നല്ല സത്യം, അല്ലെങ്കിൽ കുഞ്ഞാക്കയ പറയുന്ന നല്ല സത്യം വേറെ എവിടെയാണ്. ആ സത്യമാണ് നമ്മൾ എടുത്തിരുന്നത്. ഇല്ലേ, നമ്മുടെ വടക്കൻ വീരഗാഥയുടെ കഥ MT വാസുദേവൻ തിരിച്ചിട്ട് പോലെ നമ്മൾ കഴിച്ചായിട്ട് തിരിച്ചു വിട്ട് നോക്കട്ടെ, എന്ത് സംഭവിക്കാതെ അറിയാമല്ലോ, ആകാശടിച്ച് വീഴുന്നറിയാമല്ലോ. ഒന്ന് തിരിച്ചിട്ട് നോക്കട്ടെ, ആയിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.